നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJPയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിരുന്നു. എന്നാൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ കേരളത്തിലെ BJP പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സീറ്റിൻ്റെ എണ്ണം കൊണ്ട് മാത്രമല്ല വോട്ടും കൊണ്ടും അവർ ശരിക്കും ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. സുരേഷ് ഗോപി ജയിച്ചത് മാത്രമല്ല, BJPയെ കേരളത്തിലെ ഒരു മൂന്നാം ശക്തിയായി ജനങ്ങൾ അംഗീകരിച്ചു എന്നതാണ് അവരുടെ വിജയം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് വരെ BJPക്കാർക്ക് പോലും വലിയ പ്രതീക്ഷയില്ലായിരുന്നു കേരളത്തിൽ സീറ്റ് നേടുമെന്നോ കൂടുതൽ വോട്ട് കിട്ടുമെന്നോ ഒക്കെ. പക്ഷേ സംഘടനാ തലത്തിൽ ചില അഴിച്ചുപണികളൊക്കെ നടന്നു. അവിടെ സംഘടനാ സെക്രട്ടറി ആയിട്ട് ഒരാളെ നിയമിക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ അക്ഷീണമായ ചില പ്രവർത്തനം കൊണ്ടാണ് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയത് എന്ന് തന്നെ ചില വിലയിരുത്തലുണ്ടായി. കെ സുഭാഷ് എന്ന BJPയുടെ എക്കാലത്തെ മികച്ച സംഘടനാ സെക്രട്ടറിമാരിൽ ഒരാൾ കളം ഒഴിയുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നല്ലോ. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ PP മുകുന്ദൻ എന്നല്ലാതെ മറ്റൊരു പേര് പെട്ടെന്ന് ആരുടെയും മനസ്സിൽ വരില്ല. അത്രയേറെ സ്വാധീനമാണ് BJPക്കുള്ളിലും പുറത്തും മുകുന്ദേട്ടൻ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ വിളിച്ചിരുന്ന PP മുകുന്ദൻ ഉണ്ടാക്കിയത്. അതിനൊപ്പമോ ഒരുപക്ഷെ അതിലും ഉയരേക്കോ കെ സുഭാഷ് പോയി എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം വലിയ പ്രതിസന്ധികളിലൂടെ കേരളത്തിൽ BJP മുന്നോട്ട് പോകുമ്പോഴാണ് അതുവരെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന M ഗണേഷ് മാറുകയും പകരം കെ സുഭാഷ് ചാർജ് എടുക്കുകയും ചെയ്തത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പത്തേതിനേക്കാളും ഏതാണ്ട് 1/3 വോട്ടുകളാണ് NDA മുന്നണിക്ക് നഷ്ടമായത്. തൊട്ടു പുറകെ വന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമായില്ല. തുടർ തോൽവികളിൽപ്പെട്ട് പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് കെ സുഭാഷ് അമരത്തേക്ക് വരുന്നത്. ആദ്യത്തെ വെല്ലുവിളി തന്നെ അന്തഛിദ്രങ്ങൾ കുറയ്ക്കുക എന്നതും അണികളുടെ ഉൾപ്പെടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നതുമായിരുന്നു. KJP എന്ന് സ്വന്തം അണികൾ തന്നെ വിശേഷിപ്പിച്ചിരുന്നിടത്തു നിന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പിണങ്ങി മാറി നിന്നവരെയും തഴയപ്പെട്ടിരുന്നവരെയും ഒക്കെ നേരിൽ കണ്ട് ആത്മവിശ്വാസം നൽകി തിരികെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ കെ സുഭാഷിന് കഴിഞ്ഞു. ചാനൽ ചർച്ചകളിൽ BJPയുടെ മുഖം നവീകരിക്കപ്പെട്ടു. പുതിയ ചെറുപ്പക്കാർ പാർട്ടിയുടെ മുഖങ്ങളായി. ഒരു കാലത്ത് സംഘടനയുടെ പുറത്തേക്ക് പോയവരെ ഉൾപ്പെടെ ചേർത്ത് വേണ്ട പ്രാധാന്യം നൽകി. അങ്ങനെ BJP കേരളത്തിൽ തങ്ങളുടെ പ്രതാപം പതുക്കെ വീണ്ടെടുത്തു തുടങ്ങി. വിഘടിച്ചു നിന്ന പാർട്ടി ഒരൊറ്റ ടീമായി മാറി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം സാധ്യമാക്കിയത് എന്നയിടത്താണ് കെ സുഭാഷ് എന്ന സംഘാടകൻ അത്ഭുതമാകുന്നത്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചു കാലം സംഘടനാ സെക്രട്ടറി പദവിയിലിരുന്ന ആൾ കെ സുഭാഷാണ്. അദ്ദേഹം സഹസംഘടനാ സെക്രട്ടറിയായി ദീർഘകാലം ഉണ്ടായിരുന്നു എന്ന ആ വസ്തുത വിസ്മരിക്കുന്നില്ല. പക്ഷേ തീരുമാനങ്ങളുടെ അവസാന വാക്കായ സംഘടനാ സെക്രട്ടറി പദവിയിൽ കഷ്ടിച്ച് ഒരു വർഷമേ അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ടാകൂ. ആ ഒരു വർഷം BJPയുടെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് പ്രകടവുമാണ്. അതിനെ അതേ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സാധിക്കുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് BJP നേടിയെടുത്ത ആ ഒരു നേട്ടം അതേപടി തന്നെ തുടർന്ന് മുന്നോട്ട് നയിക്കട്ടെ എന്ന തരത്തിൽ അണികളും മറ്റുമൊക്കെ ആശിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാൾ എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിന് ശേഷം മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നു. പകരം വരുന്ന ആൾക്ക് അദ്ദേഹത്തിനെ പോലെ തന്നെ നല്ല രീതിയിൽ സംഘടനയെ നയിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ സംഘികൾ.